മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിൽ നിന്ന് അഭിഭാഷകർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഭിഭാഷകർ തങ്ങൾ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ മനസ്സിലാക്കണം. പ്രശ്നം വഷളാവുന്നത് കേരളത്തിന്റെ സൽകീർത്തിയെ ബാധിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും അനുവദിച്ചു കൊടുക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാത്ത അഭിഭാഷകരുടെ നടപടി സംബന്ധിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. അഡ്വക്കേറ്റ് ജനറലും പങ്കെടുത്ത ചർച്ചയിൽ മാധ്യമങ്ങളെ ആരും കോടതിയിൽ തടയുകയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം മാധ്യമപ്രവർത്തകർക്ക് പിന്തുണയുമായാണ് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയത്. നാടിന്റെ യശസ്സിനെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് അഭിഭാഷക മാധ്യമ പ്രശ്നം വഷളാകുന്നത് അനുവദിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ ചില പ്രശ്നങ്ങളുണ്ടായി, അതിൽ വൈകാരികമായ പ്രതികരണങ്ങളുമുണ്ടായി. എന്നാൽ എന്നും അതേ തരത്തിലെ പ്രതികരിക്കൂ എന്ന നിലപാട് ആർക്കും നല്ലതല്ല. അങ്ങനെ നിലപാടെടുക്കുന്നത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാനുമാവില്ല, ഗവൺമെന്റിനും അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാധ്യമ സ്ഥാപനങ്ങളിലെ എഡിറ്റർമാരുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ചീഫ് ജസ്റ്റിസുമായിട്ടും മറ്റ് ബന്ധപ്പെട്ടവരുമായിട്ടുമൊക്കെ സംസാരിക്കുകയും ഇതൊരു കേരളം നേരിട്ട ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യമാണ്. മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടുകൂടാ. അത് തടസ്സപ്പെടുത്തുന്നതിനോട് യോജിക്കാനാവില്ല. തടസ്സപ്പെടുത്താനിറങ്ങുന്ന അഭിഭാഷകർ തങ്ങൾ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ മനസ്സിലാക്കണം. അതിൽ നിന്ന് പിന്തിരിയണം. സ്വതന്ത്രവും നിർഭയവുമായ മാധ്യമ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും തന്നെ അനുവദിച്ചു കൊടുക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ പ്രശ്നത്തിൽ ചർച്ച പരാജയം. സ്കോളർഷിപ്പോ ഫീസ് ഇളവോ നൽകാനാകില്ലെന്ന മാനേജ്മെന്റ് പ്രതിനിധികൾ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും തീരുമാനമായില്ല. ഷീജ ചേരുന്നു. ഷീജ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ഏതായാലും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ചർച്ചകൾ അവസാനിക്കുമ്പോൾ ഏതായാലും ചർച്ചകളിൽ ഒന്നും തന്നെ ധാരണയായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്ത. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട ഫീസ് വർധനവോ അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പോ ആയി ബന്ധപ്പെട്ടുള്ള ഒന്നും തന്നെ ഇന്നത്തെ ചർച്ചകളിൽ വിഷയമായിട്ടില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റായിട്ടുള്ള കൃഷ്ണദാസ് തന്നെ വ്യക്തമാക്കിയത് ഈ വിഷയത്തിൽ രാവിലെ ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു വിഷയങ്ങളും ചർച്ചയിൽ വന്നിട്ടില്ല. അതിനുശേഷമാണ് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ രണ്ടാമതായി യോഗം ചേരുന്നു. തുടർന്ന് വീണ്ടും ആരോഗ്യമന്ത്രിയെ കണ്ടതിനു ശേഷമാണ് 3 മണിയോടുകൂടി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ അത്തരത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു ഫീസ് ഇളവ് എന്ന രീതിയിൽ നൽകാൻ സാധിക്കില്ല, അത് കരാറിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ ഒരു സ്കോളർഷിപ്പായി അനുവദിക്കുന്ന കാര്യം പരിഗണനയിലാണ്. ഇത് ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന രീതിയിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഇത്തരത്തിൽ പുറത്തു വന്ന എല്ലാ വാർത്തകളും അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒന്നും തന്നെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടില്ല. അടുത്ത വർഷത്തെ സ്വാശ്രയ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ച. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ മറ്റൊരു വിഷയവും വന്നിട്ടില്ല. മറ്റൊന്ന് ഫീസ് ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന് കീഴിലുള്ള പല കോളേജുകളിലും നൽകുന്നതാണ്. അതിൽ പുതുതായി ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ കരാർ അനുസരിച്ച് മുന്നോട്ട് പോകുക മാത്രമാണ് ഇനി ഇതിനു മുന്നിലുള്ളത്. മറ്റു തരത്തിലുള്ള വാർത്തകൾ, അതായത് ഫസൽ ഗഫൂറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, അത് കഴിഞ്ഞ ദിവസം ഫസൽ ഗഫൂർ തന്നെ വ്യക്തമാക്കിയിരുന്നു. MESുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് അത്തരത്തിൽ ഒരു ഫീസ് ഇളവ് നൽകാനുള്ള ഒരു തീരുമാനം. അത് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ തീരുമാനമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായം മാത്രമാണ്. ഈ വിഷയങ്ങൾ ഒന്നും തന്നെ അതുകൊണ്ട് ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഈ യോഗം ചേർന്നത് എന്നുള്ളത് തന്നെ അടിയന്തരമായി വിളിച്ചു ചേർത്ത ഒരു യോഗമല്ല, മറിച്ച് ഇന്ന് നേരത്തെ തന്നെ യോഗം ചേരാനിരുന്നതാണ്. നേരത്തെ അടുത്ത വർഷത്തെ സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ന് സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗം നേരത്തെ തന്നെ വിളിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു ചർച്ച തന്നെയാണ് ഇന്നിപ്പോൾ സർക്കാരുമായി നടന്നിട്ടുള്ളത് എന്നാണ് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ നടന്നിട്ടുള്ള സർക്കാരുമായുള്ള ചർച്ചകളിൽ ഒന്നും തന്നെ ഈ വിഷയം പ്രതിപാദിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭയിൽ നിരാഹാരം കിടന്ന MLA മാരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ഹൈബീഡിനെയും
ഷാഫി പറമ്പിലിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. പകരം VT ബൽറാമും റോജി എം ജോണും നിരാഹാരം ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ നിഷേധാത്മക നിലപാടാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജീവൻ ചേരുന്നു. ജീവൻ, ചെന്നിത്തല മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട MLA-മാരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടി. ധന്യ, കഴിഞ്ഞ 7 ദിവസമായി നിരാഹാര സമരം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷ MLA-മാരായ ഹൈബി ഈഡൻ, അതോടൊപ്പം ഷാഫി പറമ്പിൽ എന്നിവരെ ആരോഗ്യനില മോശമാണ് എന്ന് ഡോക്ടർ നിരന്തരം അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പകരം VT ബൽറാമും അതോടൊപ്പം റോജി എം ജോണും നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് തന്നെ സ്വാശ്രയ ചർച്ച ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ വൈകുന്നേരം 4:30 ഇവരെ മാറ്റുന്നതിന് ഉള്ള ധാരണ UDF യോഗത്തിൽ, അടിയന്തര UDF യോഗം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക ചേംബറിൽ ചേർന്നിരുന്നു. തുടർന്നാണ് ഇവരെ മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം അറിയിച്ചത്. അവരെ മാറ്റുകയാണ് എന്ന കാര്യം പ്രതിപക്ഷ നേതാക്കളായ VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ സംയുക്തമായി വന്ന് ഇരുവരെയും അറിയിക്കുകയായിരുന്നു. നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ട് അവരെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ കർശനമായ ഭാഷയിലാണ് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ നിഷേധാത്മകവും കലർന്ന നിലപാടാണ് ഈ ചർച്ച പരാജയപ്പെടാനുണ്ടായ അടിസ്ഥാനപരമായ കാരണമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി. തുടർന്ന് പുതിയ MLA-മാർ ഇപ്പോൾ സഭയ്ക്കുള്ളിൽ VT ബൽറാമും റോജി എം ജോണും സഭയ്ക്കുള്ളിൽ നിരാഹാരം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെ ജീവനാണ് വിശദാംശങ്ങൾ നൽകിയത്. ദുരഭിമാനം വെടിഞ്ഞ പ്രതിപക്ഷം സമരം അവസാനിപ്പിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പ്രശ്നപരിഹാരത്തിന് നിയമനിർമ്മാണം ആവശ്യമാണ്. ക്രിയാത്മക ചർച്ചകൾക്ക് പ്രതിപക്ഷം തയ്യാറാകണം. മാനേജ്മെന്റ് സമ്മതിക്കാതെ ഫീസ് ഇളവ് നൽകാൻ കഴിയില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. ജെയിംസ് കമ്മീഷൻ ശക്തമായ നടപടികളാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ള അവസ്ഥ വരികയും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ കൊടുത്ത് പഠിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ ഈ സമരത്തിലില്ല. വിദ്യാർത്ഥികളെന്ന പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തിയവരുടെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സമരം വിദ്യാർത്ഥികൾക്കോ ജനങ്ങൾക്കോ സമൂഹത്തിനോ വേണ്ടിയുള്ള സമരമല്ല, രാഷ്ട്രീയ സമരമാണ്. ആ സമരം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് സമരം തുടങ്ങിയവർ തന്നെ തീരുമാനിക്കുന്നതാണ് നല്ലത്. ദുരഭിമാനം വെടിഞ്ഞ പ്രതിപക്ഷം സമരം അവസാനിപ്പിക്കണമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടത്. ദുരഭിമാനം വെടിഞ്ഞ പ്രതിപക്ഷം സമരം അവസാനിപ്പിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ നിന്ന് KG ദിനകർ ചേർന്നു. ദിനകർ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടിയേരി പറഞ്ഞിരിക്കുന്നത്? വിശദാംശങ്ങൾ. UDF-ന്റേത് രാഷ്ട്രീയ സമരമാണ്. ഇത് സ്വാശ്രയ സമരമല്ല. വിദ്യാർത്ഥികൾ ഇല്ലാത്ത രാഷ്ട്രീയ സമരമാണ് UDF ഇപ്പോൾ നടത്തുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. UDF ശിഥിലമായതും ഒപ്പം മാണി ഗ്രൂപ്പ് UDF വിട്ടതും മറച്ചുവെക്കാനും മുൻ മന്ത്രിമാരുടെ അഴിമതികൾ മൂടിവെക്കാനുള്ള നീക്കമാണ് ഈ സമരത്തിന് പിന്നിലെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. സ്വാശ്രയ കോളേജ് UDF-ന്റേത് കൂടിയാണ്. ഈ സമരം ആരംഭിച്ച UDF തന്നെ ദുരഭിമാനം വെടിഞ്ഞുകൊണ്ട് സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ നിയമനിർമ്മാണം ആവശ്യമാണ് എങ്കിൽ അത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തി അവ്യക്തതകൾ ഒഴിവാക്കി അടുത്ത വർഷം വളരെ നേരത്തെ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങൾക്കൊക്കെ സുപ്രീം കോടതിയുടെ കൂടി അംഗീകാരം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ തീരുമാനം എടുത്ത് അടുത്ത വർഷം നിയമനിർമ്മാണം നടത്തുക കൂടി വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ മാസം 20 മുതൽ 30 വരെ സംസ്ഥാനത്തെമ്പാടും പ്രചരണം സംഘടിപ്പിക്കും. ഇതിനായി ഒരു ജില്ലയിൽ 2 പ്രചരണ ജാഥകൾ വീതം സംഘടിപ്പിക്കും. CPM പ്രവർത്തകർക്കെതിരായ RSS BJP ആക്രമണങ്ങൾ തുറന്നുകാട്ടും. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ്, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംബന്ധിച്ച് അന്വേഷണം നടന്നുവരികയാണ്. പാലക്കാട് പരാജയം സംബന്ധിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതായും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. KG ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി നിഷേധാത്മക നിലപാട് സ്വീകരിച്ചതെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വളരെ നിഷേധാത്മകമായ സമീപനമാണ് ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വളരെ തെറ്റായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഈ ചർച്ച പരാജയപ്പെടുത്താൻ മുൻകൈയെടുത്തത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യം. മാനേജ്മെൻറ്റുകൾ ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചാലും മുഖ്യമന്ത്രിക്ക് കുറയ്ക്കാതിരിക്കുന്ന ഈ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്.
റിസർവ് ബാങ്കിന്റെ വായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കിൽ 0.5% കുറവ് വരുത്തി. പുതുക്കിയ റിപ്പോ നിരക്ക് 6.25%. ഉജിത് പട്ടേലിന്റെ ആദ്യ വായ്പാ അവലോകനമാണിത്. ഇറച്ചിക്കോഴി വ്യാപാരികൾക്ക് നികുതി ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ.എം. മാണി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. മാണിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്നും എഫ്ഐആർ റദ്ദാക്കാനാകില്ലെന്നും ജസ്റ്റിസ് കമാൽ പാഷ ഉത്തരവിട്ടു. കെ.എം. മാണിയുടെ ഹർജി തള്ളിയ ജസ്റ്റിസ് കമാൽ പാഷ അന്വേഷണം തുടരാൻ വിജിലൻസിന് നിർദ്ദേശം നൽകി. മാണിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തി. സാമ്പത്തിക നേട്ടമുണ്ടായെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നുവെന്നും കോടതി പരാമർശിച്ചു. ഈ സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിൽ ഇടപെടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. എഫ്ഐആർ റദ്ദാക്കാനുമാവില്ല. എന്നാൽ മുൻവിധികളില്ലാതെ അന്വേഷിക്കണമെന്ന് അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തോംസൺ ഗ്രൂപ്പ് സമർപ്പിച്ച ഹർജിയും ഇതോടൊപ്പം കോടതി തള്ളി. ഇറച്ചിക്കോഴി വ്യാപാരികൾക്കും ആയുർവേദ കമ്പനികൾക്കും നികുതി ഇളവ് നൽകിയതിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നതായി വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് കെ.എം. മാണി, മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ജയചന്ദ്രൻ, തോംസൺ ഗ്രൂപ്പ് ഉടമകൾ എന്നിവരെ പ്രതികളാക്കി വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. തോംസൺ ഗ്രൂപ്പിന് 65 കോടി രൂപയുടെ നികുതി കുടിശ്ശികയ്ക്ക് സ്റ്റേ അനുവദിച്ചത് കെ.എം. മാണി അധികാരപരിധി ലംഘിച്ചാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ആയുർവേദ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ നികുതി 12.5% നിന്നും 4% മുൻകാല പ്രാബല്യത്തോടെ കുറച്ചതും ചട്ടവിരുദ്ധമായാണെന്ന് വിജിലൻസ് കണ്ടെത്തി. അഴിമതിക്കും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും ശക്തമായ തെളിവുകളുണ്ടെന്നാണ് വിജിലൻസിന്റെ നിലപാട്. ഇത് പ്രാഥമികമായി കോടതി അംഗീകരിച്ചതോടെ മുൻമന്ത്രി കെ.എം. മാണിക്ക് കനത്ത തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷം ഇന്നും നിയമസഭ ബഹിഷ്കരിച്ചു. സ്വാശ്രയ പ്രശ്നത്തിൽ എംഎൽഎമാർ നിരാഹാരം നടത്തുന്നതിനാൽ സഹകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷം. എംഎൽഎമാരുടെ നിരാഹാരം 7ാം ദിവസവും തുടരുകയാണ്. അതേസമയം റബ്ബർ കർഷകരുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ.എം. മാണി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ ശേഷം പിൻവലിച്ചത് ഖേദകരമെന്ന് സ്പീക്കർ പ്രതികരിച്ചു. മാണിയുടെ നടപടി കർഷകരെ അപമാനിക്കുന്നതാണെന്ന് എ.കെ. ബാലൻ പറഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ സ്വാശ്രയ വിഷയത്തിൽ പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ ബഹളം തുടങ്ങിയിരുന്നു. തുടർന്ന് വിഷയം ശൂന്യവേളയിൽ അവതരിപ്പിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷം അത് അനുസരിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനായി സ്പീക്കർ അവസരം നൽകി. സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ പാവപ്പെട്ട കുട്ടികൾക്ക് ഫീസ് ഇളവ് നൽകാമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനോട് എതിർപ്പില്ലെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചു. ഈ പശ്ചാത്തലത്തിൽ മാനേജ്മെന്റുകളുമായി സർക്കാർ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭയിൽ ആവശ്യപ്പെട്ടു. എംഎൽഎമാരുടെ നിരാഹാര സമരം 7ാം ദിവസത്തിലെത്തിയിരിക്കുന്നു. എംഎൽഎമാർ നിരാഹാരം തുടരുന്നതിനാൽ സഭാ നടപടികളുമായി സഹകരിക്കാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഇതിനുശേഷം പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ബഹിഷ്കരിക്കുകയായിരുന്നു. നിരാഹാരം ഇരിക്കുന്ന എംഎൽഎമാർക്കൊപ്പം അല്പസമയം ചിലവഴിച്ച ശേഷം പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തേക്കിറങ്ങി. നിരാഹാരം അനുഷ്ഠിക്കുന്ന ഹൈബി ഈഡൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും നില മോശമായിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. എങ്കിലും അവർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് നിരാഹാര സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഗവൺമെൻറ് ഈ കാര്യത്തിൽ നല്ല ഒരു സമീപനം സ്വീകരിച്ചാൽ ഈ പ്രശ്നം തീരും എന്നുള്ളതാണ്. ഏതായാലും ഈ പ്രശ്നം ഇനിയും വൈകാതെ സർക്കാർ മാനേജ്മെൻറ്റുകളുമായി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് നിഷേധാത്മകമായ സമീപനമില്ല. അതേസമയം ഇന്ന് മാനേജ്മെന്റുകൾ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം സർക്കാർ അംഗീകരിച്ച സഭയിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തുകയാണെങ്കിൽ പ്രതിപക്ഷ സമരം അവസാനിക്കുമെന്നാണ് സൂചന. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആരാധനാലയങ്ങളിൽ ആയുധ പരിശീലനം പാടില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങളിലെ വരുമാനം സർക്കാർ ഖജനാവിലേക്ക് എടുക്കുന്നുവെന്ന വാദം തെറ്റാണെന്നും ദേവസ്വം മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഓരോ ക്ഷേത്രങ്ങളിലും ആയുധ പരിശീലനമോ ഈ മുളവടിയും കുറുവടിയും ഒക്കെ ആയിട്ടുള്ള മറ്റ് കായിക പരിശീലനമോ നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് സമീപനം. ക്ഷേത്ര ആരാധനയ്ക്കെത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര പരിസരം പരിപാവനമായി കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ഒരു സംഘടനയുടെയും RSS എന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെയും ഒരു തരത്തിലുള്ള പരിശീലനവും ക്ഷേത്രങ്ങളെന്നല്ല ഒരു ആരാധനാലയങ്ങളിലും അനുവദിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. അതിനനുസരിച്ച നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. കേരള ഫിഷറീസ് സർവകലാശാലയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു.
സൈറ്റിൽ പാക് ദേശീയ പതാകയും പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യവും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വെബ്സൈറ്റ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായി സർവകലാശാല അധികൃതർ സൈബർ സെല്ലിൽ പരാതി നൽകി. രാവിലെ വെബ്സൈറ്റ് തുറന്ന വിദ്യാർത്ഥികളാണ് ഹാക്ക് ചെയ്യപ്പെട്ട വിവരം ആദ്യമറിഞ്ഞത്. വെബ്സൈറ്റ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു. മാത്രവുമല്ല, പാക് ദേശീയ പതാകയുടെ പശ്ചാത്തലത്തിൽ പാക് അനുകൂല മുദ്രാവാക്യങ്ങളായിരുന്നു വെബ്സൈറ്റ് തുറന്നാൽ കാണുന്നത്. ഫിഷറി സർവകലാശാലയുമായി ബന്ധപ്പെട്ട ലിങ്കുകളൊന്നും വെബ്സൈറ്റിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. 10 മണിയോടെ പാക് അനുകൂല മുദ്രാവാക്യവും പാക് പതാകയും വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. പകരം വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന സന്ദേശം മാത്രമായി മാറി. സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ട വിവരം സംസ്ഥാന പോലീസ് സൈബർ സെല്ലിന് പരാതിയായി സർവകലാശാല അധികൃതർ കൈമാറിയിട്ടുണ്ട്. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ VM വിക്ടർ ജോർജ് സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോഴാണ് കണ്ടത്. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കാണുന്നത് പാകിസ്ഥാൻ്റെ ഫ്ലാഗും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ അനോണിമസ് എന്ന് പറഞ്ഞിട്ടാണ് കണ്ടത്. പരാതിയിന്മേൽ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ വെബ്സൈറ്റ് പാക് ഹാക്കർമാർ ഹാക്ക് ചെയ്തിരുന്നു. പാക് ദേശീയ ഗാനമായിരുന്നു NGT സൈറ്റിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. സമാനമായ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് കുഫോസിന് നേരെയും ഉണ്ടായതെന്നാണ് നിഗമനം. IS ബന്ധമുള്ള മലയാളികൾ പിടിയിലായ സാഹചര്യത്തിൽ ഗൗരവത്തോടെയാണ് പോലീസും സൈബർ സെല്ലും വിഷയത്തെ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. IS കേരള ഘടകത്തിലെ പ്രധാനികൾ അറസ്റ്റിലായിട്ടും ISന്റെ സൈബർ പ്രവർത്തനം ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട്. ISലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉപയോഗിച്ച ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇന്നും തീവ്രവാദ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. IS കേരള ഘടകത്തിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ഐഡിയാണ് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നത്. സമീർ അലി എന്ന പേരിലുള്ള അക്കൗണ്ടിൽ ഇന്നും തീവ്രവാദ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായ മൻഷിദാണ് വ്യാജ പേരിൽ ഈ അക്കൗണ്ട് പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇയാൾ കഴിഞ്ഞ ദിവസം കനകമലയിൽ വെച്ച് NIAയുടെ പിടിയിലായിരുന്നു. ഇയാൾ അറസ്റ്റിലായതിനു ശേഷവും ഈ ID സജീവമാണ്. ജിഹാദ് തുടരും. ജിഹാദിലുള്ള വ്യക്തികൾ കൊല ചെയ്യപ്പെട്ടേക്കാം, പരിക്ക് പറ്റി കിടപ്പിലായേക്കാം. അതുകൊണ്ടൊന്നും ജിഹാദ് ഇല്ലാതാകില്ല. ഒരാൾ ജിഹാദിൽ നിന്നും പിൻവാങ്ങുമ്പോൾ മറ്റാളുകൾ രംഗത്ത് വരും. ജിഹാദ് ശക്തമായി മുന്നോട്ടു പോകുമെന്നും പോസ്റ്റിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം NIA പിടിയിലായവർക്ക് ആശംസകൾ അർപ്പിച്ചാണ് അടുത്ത പോസ്റ്റ്. പിടിയിലായവർ അവരുടെ ദൗത്യം നിർവഹിച്ചു. ഇനി ബാക്കിയുള്ളവർ ദൗത്യം ഏറ്റെടുക്കണമെന്നും പോസ്റ്റിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിനെക്കുറിച്ചും NIA അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. കറാച്ചിയിൽ നിന്ന് ഇന്ത്യൻ തീരത്തേക്ക് പാക് ബോട്ടുകൾ എത്തുന്നതായി രഹസ്യാന്വേഷണ മുന്നറിയിപ്പിനിടയിൽ പഞ്ചാബ് തീരത്ത് പാക് ബോട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ബോട്ട് കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. അതേസമയം സൈന്യം നടത്തിയ മിന്നൽ ആക്രമണത്തിന്റെ വീഡിയോ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നേരത്തെ സൈനിക നീക്കം പ്രധാനമന്ത്രി ലൈവായി കണ്ടിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പഞ്ചാബ് മേഖലയിൽ ഇന്ത്യ പാക് അതിർത്തി പങ്കിടുന്ന രാവി നദീതീരത്താണ് പാകിസ്ഥാൻ ബോട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നദീതീരത്തുള്ള സൈനിക പോസ്റ്റിന് സമീപമാണ് ബോട്ട് കണ്ടെത്തിയത്. പാക് ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാൻ ഉപയോഗിച്ച ബോട്ടായിരിക്കും ഇതെന്നാണ് സൈന്യം സംശയിക്കുന്നത്. BSFന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത ബോട്ട് പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് തീരത്ത് സുരക്ഷാ പരിശോധനയ്ക്കിടെ പാകിസ്ഥാനിൽ നിന്നുള്ള ബോട്ട് നാവികസേന പിടികൂടിയിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന 9 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കറാച്ചിയിൽ നിന്ന് ഇന്ത്യൻ തീരം ലക്ഷ്യമിട്ട് 3 ബോട്ടുകൾ പുറപ്പെട്ടതായും രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം മിന്നലാക്രമണം നടത്തിയതിന്റെ സൈന്യത്തിന്റെ പക്കലുള്ള വീഡിയോ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇന്ത്യ മിന്നലാക്രമണം നടത്തിയിട്ടില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ ആരോപിച്ചത്. പ്രധാനമന്ത്രി സൈനിക നീക്കം ലൈവായി ദില്ലിയിലിരുന്ന് കണ്ടിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷം സൈന്യത്തിന്റെ പക്കലുള്ള വീഡിയോ ആവശ്യം ഉയർത്തിയത്. അതേസമയം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം ഇന്ന് പുലർച്ചെയോടെ വീണ്ടും വെടിയുതിർത്തു. 3 ദിവസത്തിനുള്ളിൽ ഇത് 9ാം തവണയാണ് പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരുവ് നായ കേസിൽ സുപ്രീം കോടതി കേരളത്തിനോട് വിശദീകരണം തേടി. ആക്രമണകാരികളായ തെരുവ് നായ്ക്കളെ കൊന്ന് ഘോഷയാത്ര നടത്തി പ്രദർശിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് വിശദീകരണം തേടിയത്. മൃഗസ്നേഹി സന്നദ്ധ സംഘടനകളാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ആക്രമണകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിനുള്ള ചട്ടങ്ങൾ പാലിച്ചിരിക്കണമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. മനുഷ്യജീവന് തന്നെയാണ് വിലയെന്നും എന്നാൽ ചട്ടങ്ങൾ പാലിക്കാതെ തെരുവ് നായ്ക്കളെ കൊല്ലുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ 3 ആഴ്ചയ്ക്കകം കേരളത്തിന്റെ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു.